പൊടിവാരം പ്രചാരണത്തിനൊടുവിൽ ബീഹാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ വിധിയെഴുതുക. തേജസ്വി യാദവും സമ്രാട് ചൌധരിയും ഉൾപ്പെടെ പ്രമുഖരാണ് ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഒന്നാം ഘട്ടം പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെയാണ് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് സ്ത്രീകൾക്ക് 30,000 രൂപ ജനുവരിയിൽ തന്നെ കൈമാറുമെന്ന് പ്രഖ്യാപിച്ചത്. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുമ്പോൾ ഇത്രയും ക്ഷേമ പദ്ധതികൾ എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യത്തിന് 24നോട് കോൺഗ്രസ് ദേശീയ വക്താവ് പവൻ ഖേരയുടെ മറുപടി ഇതായിരുന്നു. Absolutely, the Mahagathbandhan will honor every word that we have uttered in this election. തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്തും പ്രഖ്യാപിക്കാമല്ലോ എന്നതായിരുന്നു BJP എംപിയും നടനുമായ രവി കിഷൻ പരിഹസിച്ചത്. अब जब पता चला है कि हार रहे हैं तो अब तो पूरा बिहारो देने तैयार हो जाएंगे. अब खेला हो गई लो, पहला चरण में सब हो गया है. പ്രമുഖർ പലരുടെയും വിധിയെഴുത്തും നാളെയാണ്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് രാഘോപൂരിൽ നിന്ന്, BJPയുടെ ഉപമുഖ്യമന്ത്രിമാരായ സമ്രാട് ചൌധരി താരാപൂരിൽ നിന്നും, വിജയ് കുമാർ സിൻഹ ലഖിസറായിൽ നിന്നും മത്സരിക്കുന്നു. പുതിയ പരീക്ഷണവുമായി ഇറങ്ങിയ തേജസ്വിയുടെ സഹോദരൻ തേജ് പ്രതാപ് യാദവ് മഹുവയിൽ നിന്നാണ് പോരാടുന്നത്. ഗായിക മൈഥിലി ഠാക്കൂർ അലിനഗറിലെ താര സ്ഥാനാർത്ഥിയാണ്. സമുദായ സമവാക്യങ്ങളെക്കാൾ ക്ഷേമ പദ്ധതികളിലൂടെ കൂടുതൽ വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബീഹാറിൽ അവസാന നിമിഷവും മുന്നണികൾ. ബീഹാറിലെ പട്നയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.